ഹലോ, ഹാപ്പി വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റമദാനിലോട്ടേക്ക് കടക്കാനായിട്ട് നമ്മുടെ മുന്നിൽ ഒരു 10 ഡേയ്സ് ആണുള്ളത്. ഈ ഒരു 10 ഡേയ്സ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഡിക്ലട്ടറിങ് ആണ്. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധാക്കുക. അതോടൊപ്പം നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വെക്കുക, നമ്മുടെ കബോർഡുകൾ ക്ലീൻ ചെയ്ത് വെക്കുക, വേണ്ടാത്ത സാധനങ്ങൾ, ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഉപയോഗിച്ച് തീരാനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആ, അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ട് അതൊക്കെ കളയാന്നുള്ളതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. അത് ചെയ്ത എത്ര പേരുണ്ട് ഇവിടെ? യെസ്, യെസ്, ചെയ്തിട്ടുണ്ട് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ചെയ്ത എല്ലാവർക്കും. ഇനി അങ്ങോട്ടേക്ക് ഓരോ ദിവസവും പറയുന്ന ടാസ്കുകൾ ഓരോ ദിവസവും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായ കാര്യങ്ങളും അതേപോലത്തെ ഹെൽത്തിന്റെ ഗോളും അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. സോ കണ്ടിന്യൂ ദ ജേർണി. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് നമ്മളെ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അടുത്ത് നമ്മുടെ പ്രൊഫൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഒരു റിമൈൻഡർ ആയിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുക, എന്നാൽ അതൊരിക്കലും അമിതത്വം ആവരുത്. നിശ്ചയമായിട്ടും അമിതമായി പാഴാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ വാക്കുകളാണ്. ഇത് നിങ്ങളൊരു റിമൈൻഡർ ആയിട്ട് ഒന്നെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അമിതത്വം പാലിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പോലെ ആയിപ്പോ നമ്മൾ വെറുതെ അത് വേസ്റ്റ് ആക്കുക. ഇപ്പം ഗ്രോസറി ഷോപ്പിംഗ് ആയാലും കൂടുതലായിട്ട് വാങ്ങിച്ചു വെക്കുക, ഇതൊക്കെ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ഓർത്തിരിക്കണം. നമ്മൾ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റമദാന് ദൈവമായിട്ട് കൂടുതലായിട്ട് അടുക്കുക എന്നുള്ളതാണ് അല്ലെ. അതിലാണ് നമ്മുടെ ഫോക്കസ് മുഴുവനായിട്ടും പോകേണ്ടത്. ആ ഒരു സ്പിരിച്വൽ ഗോളാണ് നമ്മളിവിടെ എയിം ചെയ്യുന്നത്. ബാക്കി വരുന്ന 9 മന്ത്സ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ പല കാര്യങ്ങളിലേക്കുമാണ് ഫോക്കസ് പോകുന്നത്. നമ്മുടെ ശരീരം പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല, നമ്മൾ മറ്റുള്ള ഓരോ കാര്യത്തിലോട്ടേക്കും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ മുഴുവനായിട്ടും സ്പിരിച്വലി അല്ലെങ്കിൽ ദൈവമായിട്ട് കൂടുതൽ അടുക്കാനുള്ള 30 ദിവസം, ആ 30 ദിവസം നിങ്ങൾ മനസ്സും ശരീരവും വീടും ഒക്കെ ഒരുപോലെ ഒരുങ്ങി നിൽക്കുക കേട്ടോ. ആ ഒരു 30 ദിവസത്തെ 5 നേരത്തെ നമസ്കാരങ്ങൾ, തറാവി, നമ്മുടെ ഖുറാൻ പാരായണം, സക്കാത്ത്, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് വളരെ മികച്ച ഒരു വേർഷൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവാം. ഓൾറെഡി പ്രിപ്പയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്കറിയാം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ജേണി രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഒന്ന് സെറ്റ് ചെയ്യുക, എക്സസൈസിന് വേണ്ടി ഒരു ടൈം കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുക, വാട്ടർ ഇൻടേക്ക്, ഫുഡിന്റെ കറക്ഷൻസ്, ഫുഡിന്റെ ടൈമിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, പ്രൊഫൈറ്റ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ അടുത്ത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ശരീരത്തിന്റെ, അതായത് നമ്മുടെ വയറിന്റെ 1/3 റൂൾ ഓഫ് ഈറ്റിംഗ് എന്നാ പറയാ കേട്ടോ. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കൂടുതൽ കഴിക്കുക എന്നല്ല, നമ്മൾ കുറച്ച് ഭാഗം വെള്ളം വേണം, കുറച്ച് ഭാഗം എയർ വേണം, കുറച്ച് ഭാഗം ഫുഡ് വേണം. എയർ അടിച്ച് കാറ്റാനല്ല പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മളടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വളരെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടി നിറയുള്ള ഭക്ഷണമേ ആവശ്യമുള്ളൂ. ഓവറായിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രയറിലാണ്. നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ നാട്ടിലൊക്കെ പറയും മലക്ക് പിടിക്കാന്ന്, ആ ഒരു ടെൻഡൻസിയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ലതർജി, ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്തിട്ട് നമുക്ക് പ്രേയേഴ്സിൽ 5 നേരം നമസ്കാരം ഉണ്ടല്ലോ അതിൽ ഫോക്കസ് കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ ഓവറായിട്ട് കഴിക്കും തോറും നമ്മുടെ അതിന്റെ ഫുഡിന്റെ റിസൾട്ട് ആണ് നമുക്ക് എന്താ പറയാ ബോഡിയിൽ എന്താണോ കഴിക്കുന്നത് ആണ് വാട്ട് വി ഈറ്റ് ബിക്കം എന്നാണല്ലോ. നമ്മൾ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ നമ്മുടെ ഒരു എനർജി ലെവലൊക്കെ ഉണ്ടാവുക. അപ്പം അതിന്റെ ഫോക്കസ് കൂടാൻ നല്ല രീതിയിൽ സുജൂതും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് മതി ഭക്ഷണം. ഭക്ഷണം കുറച്ചാ വേണ്ടു എന്നുള്ള തിരിച്ചറിവാണ് ഈ റമദാൻ മാസത്തില് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട കാര്യം. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10-11 മാസം നമ്മൾ എങ്ങനെയോ നിന്നോട്ടെ, പക്ഷെ ഈ ഒരു മാസക്കാലം പ്രാർത്ഥനകൾക്കും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ
മാറ്റി വെക്കണം. ഈ ഒരു ഫാസ്റ്റിങ്ങിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഓട്ടോഫാജി എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് നമ്മുടെ ശരീരത്തിൽ ഓൺ ആവും. അതായത് നമ്മൾ എത്ര ഹാംഫുൾ ആയിട്ടുള്ള റുട്ടീനിലൂടെയും കാര്യങ്ങളിലൂടെയും നടന്നു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു ഓട്ടോഫാജി നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ റീസെറ്റിംഗ് സംഭവിക്കും. അതായത് നമ്മുടെ സ്ട്രെസ് കൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടോക്സിൻസ് ആയാലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ ഉണ്ടാവും. ഈ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ മാറ്റിയെടുത്ത് പുതിയതായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോരോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഓരോരോ 1 ഇയർ ആവുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം പുതിയതായിട്ട് റീസെറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലുകളും ഓരോ കോശങ്ങളും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട്. നമ്മൾ പക്ഷെ ഇന്നലെ ചെയ്തത് തന്നെ ഇന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത്, നമുക്ക് വലിയ മാറ്റങ്ങൾ തോന്നാത്തത്. അപ്പൊ ഫാസ്റ്റിങ്ങിന്റെ ബെനിഫിറ്റ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാം, ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് നമ്മുടെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് സഹായിക്കോട്ടോ. അതായത് എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും തരത്തിൽ ടോക്സിൻസോ വേണ്ടാത്ത കാര്യങ്ങളോ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ അത് മുറിവുകളായിട്ടോ പ്രതിരോധിക്കാൻ ശ്രമിക്കുവാണ്. അപ്പൊ മുറിവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ അലർജികൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ദഹന പ്രക്രിയ കുറഞ്ഞിട്ടുണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള റിസൾട്ടാണ്. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും വരികയല്ല കേട്ടോ. കുറച്ചു കാലം നമ്മൾ അങ്ങനെ പോകുമ്പോൾ ബോഡി ഇൻഫ്ലമേറ്റ് ആയി പോകുന്നതാണ് കേട്ടോ. അപ്പം അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ് നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ളത്. പിന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ അതായത് നമ്മുടെ ക്ലാരിറ്റി ലെവൽ നന്നായിട്ട് കൂടും. നമ്മുടെ ഫോക്കസ് കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടും. നമുക്ക് ഒരു ബാലൻസ്, നമ്മുടെ ഹോർമോൺസ്, അതായത് സെക്സ് ഹോർമോൺസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. നമുക്ക് കൂടുതലായിട്ട് എന്താ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്തതായിട്ട് തോന്നും. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ റീസെറ്റിങ്ങും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുസും കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഒഴിവാക്കി, അതായത് തൈറോയ്ഡ് ഇല്ല, PCOD ഇല്ല, ഫാറ്റി ലിവർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഡയബറ്റിക്, ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഹെൽത്തി അല്ലേ, എനർജറ്റിക് അല്ലേ. ഇതൊക്കെ നമ്മുടെ റിക്കവറിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്ന ഏറ്റവും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരാളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ഹോൾ ഫാമിലിനെ ബാധിക്കും. അപ്പൊ എപ്പോഴും അവെയർ ആയിട്ട് ഇരിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളതാണ്, നമ്മുടെ ഫുഡ് ആയിരിക്കണം നമ്മുടെ മെഡിസിൻ ഇനി മുതൽ അങ്ങോട്ട്. കാരണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടും, നമ്മുടെ ശരീരം ഇപ്പൊ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നമുക്ക് ദൈവം ഗിഫ്റ്റഡ് ആയിട്ടാണ് തന്നത്. ഇത് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് തയ്യാറാവുക വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തയ്യാറാവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനി മുതൽ അവർക്ക് ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്ന ഈ ഒരു റമദാൻ കാലത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഫുഡ് ആയിരിക്കട്ടെ നമ്മുടെ മെഡിസിൻ. കാരണം അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നല്ല റിസൾട്ടുകൾ ഓരോരുത്തർക്ക് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പ്രൊഫൈറ്റ്സ് പറഞ്ഞിട്ടുള്ള ഫുഡുകൾ ഏറ്റവും എന്താ പറയാ സുന്നത്തായിട്ടുള്ള ഫുഡുകളിൽ വരുന്ന കാര്യങ്ങളാണ്, ഓൾറെഡി അറിയുന്നതാണ്. എന്നാലും ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഒരുമിച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ബാച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാമല്ലോ. പക്ഷെ അതിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് നല്ലൊരു ഹാൻഡ്ഫുൾ നട്ട്സ് ആൻഡ് സീഡ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ലേഡീസ് അവരുടെ ഈസ്ട്രജൻ ലെവലൊക്കെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ തന്നെ ഹെൽത്തിന്റെയും എനർജിയൊക്കെ കൂട്ടിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു 65-70% വെള്ളം തന്നെയാണ്. നമ്മുടെ സിരകളിലൂടെ എടുക്കുന്ന ബ്ലഡിന്റെ ഒക്കെ അല്ലെ ഓൾമോസ്റ്റ് എല്ലാം വെള്ളം തന്നെയാണ് പോകുന്നത്. നമ്മളിങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ വെള്ളവും ഈ ഒരു ബ്രീത്തും തന്നെയാണ്. ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്.
അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളം കുടിക്കുന്ന തുടങ്ങിയിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതായത് മിനിമം ഒരു 8 to 12 ഗ്ലാസ് ഓഫ് വെള്ളം വേണം. അപ്പം റമദാൻ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഹൂറിൽ എഴുന്നേക്കുന്ന ഫസ്റ്റ് തിങ് 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണം കേട്ടോ. ഫസ്റ്റ് വെള്ളം കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ കുടിക്കാം. പിന്നെ ഇഫ്താർ ടൈമിൽ കുടിക്കാം. അങ്ങനെ അങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് പാല് ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഫിഗ്സ്, മെലൺ, വാട്ടർ കണ്ടന്റ് ഉള്ള വാട്ടർ മെലൺ, മസ്ക് മെലൺ പോലത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല രീതിയിലുള്ള ഏറ്റവും ഒരു കുറച്ചുകൂടെ നല്ല ഒരു ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ എണ്ണയുടെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽസ് ചേർക്കുന്നത് ഒരു ഹെൽത്തി ഫാറ്റിന്റെ ഒരു സോഴ്സ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. റെഡ് മീറ്റ്സ് മാക്സിമം കുറച്ചെടുക്കുക കേട്ടോ. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഓക്കെയാണ്. പക്ഷെ കൂടുതലായിട്ട് റെഡ് മീറ്റ് കഴിക്കാതിരിക്കുക. കാരണം അതൊക്കെ ദഹിക്കാനായിട്ട് കുറേ സമയം എടുക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഇപ്പൊ ഒരു പൊറോട്ടയും ഒരു ബീഫും, ഒരു പൊറോട്ടയായിട്ട് കഴിക്കാൻ പറ്റും. 2 പൊറോട്ടയും ബീഫും കഴിച്ചാൽ അത് മിനിമം ഒരു 3 hours വേണം ഡൈജസ്റ്റ് ആവാൻ തന്നെ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് തന്നെ ഹാർംഫുൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക 1/3 നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ഹാൻഡ്ഫുൾ ഫുഡാണ് ഒരു നേരം വേണ്ടുള്ളൂ. അതാണ് നമ്മൾ സുഹൂറിൽ കഴിക്കേണ്ടത്. ഹോൾ ഡേ 10, 14, 15 മണിക്കൂർ നമുക്ക് എനർജി കിട്ടേണ്ടതാണ്. അത് നല്ല ബെസ്റ്റ് ആയിട്ട് കഴിക്കുക കേട്ടോ. പിന്നെന്താണ്, നമുക്ക് ബാർലി കഴിക്കാം. നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാം. എല്ലാം നമുക്ക് കഴിക്കാം. പോർഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ടയർഡ്നെസ്സും വിശപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെന്താണ് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം നമുക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ. നമ്മളെ ഫുഡില് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്നിട്ട് വേണം നിങ്ങൾ റമദാന് വേണ്ടിയിട്ട് പ്രീ ബാച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പം പനീർ ആവട്ടെ, ചിക്കൻ ആവട്ടെ, ഫിഷ് ആവട്ടെ, ഡയറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല വീട്ടില്. എല്ലാവരും അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ സംഗതി നടക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വേണ്ടുന്നത് ജസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് മസാലയൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ കടല, അതേപോലെ രാജ്മ, ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത സാലഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ മീലിൽ ഉൾപ്പെടുത്താം. ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. പ്ലേറ്റിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മീൽ പ്ലാൻ ഓവർവ്യൂ കാണാം. ഇതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒരു ചാർട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മയക്കാൻ പറ്റുന്ന ബോർഡുകൾ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് അവിടെ നമ്മൾ പ്ലാൻ ചെയ്യുക. മസാലപ്പൊടികൾ നിർബന്ധമായിട്ടും നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അത്രയും ടോക്സിൻസ് ആണ് മസാലപ്പൊടികളിൽ ആഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പം അത് ചിക്കൻ മസാല ആവട്ടെ, അൽഫാമിന്റെ മസാല ആവട്ടെ, അല്ലെങ്കിൽ ഫിഷ് മസാല ആവട്ടെ, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മള് മസാലപ്പൊടികൾ കാര്യം ഒന്നും കൂടി എടുത്ത് പറയേണ്ടതാണ്. നമ്മളെല്ലാരും വിചാരിച്ചേക്കുന്ന അൽഫാം എന്ന് പറയുന്നത്, ഫാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോളാണ്. ഓക്കെ, കരികൾ ഉള്ളിലേക്ക് കാർബണേറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നോ അത്രയും നമ്മുടെ ശരീരം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഇതിന്റെ ബാക്കിൽ പോകരുത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കുട്ടികളായാലും കൊടുക്കുന്ന സമയത്ത് കരികൾ എടുത്ത് മാറ്റുക. നമ്മളും കരിച്ചിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഷാലോ ഫ്രൈ ചെയ്യാം, ആവി കയറ്റിയിട്ട് ഉപയോഗിക്കാം. ഇടയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കണം തോന്നുവാണെങ്കിൽ തന്നെ കരി എടുത്ത് മാറ്റിയതിന് ശേഷം കഴിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡിൽ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്വാഷിന് പകരം നമുക്ക് ബദാം ഡ്രിങ്കിന്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇപ്പം ഗോതമ്പ് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടാക്കി വെക്കാം, ബാർലി വെച്ചിട്ടുള്ള ഡ്രിങ്ക് മിക്സ് ഉണ്ടാക്കി വെക്കാം. അതേപോലെ തന്നെ ഇപ്പം ഇലക്കറികൾ നമുക്ക് കിട്ടാത്ത ഐറ്റം പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്പിനാച്ച് പോലത്തെ ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ച് നമുക്ക് വേണ്ടുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ
വീക്ക്ലി പ്രിപ്പറേഷൻ സ്കെഡ്യൂൾ ആക്കിയിട്ട് വെച്ചിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അതിപ്പം വീക്ക്ലി ഗ്രോസറി ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എന്തായാലും ഉൾപ്പെടുത്തണം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻസ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, പിന്നെ ഹോൾ ഗ്രെയിൻസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഹെർബൽ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നത് ഹെർബൽ ഡ്രിങ്ക്സുകൾ, പിന്നെ ഡീറ്റോക്സിങ് ജ്യൂസുകൾ, അതേപോലെ തന്നെ ചാസ്, കോക്കനട്ട് വാട്ടർ, ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഇതൊക്കെ എങ്ങനെ കഴിക്കണം എന്തൊക്കെയാണെന്നുള്ളത് ഗ്രൂപ്പിൽ ഞാൻ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലാത്ത പേര് കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ആക്റ്റീവ് ആവാൻ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ട്സുകൾ വരിക. കാരണം എന്നാൽ മാത്രമാണ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്ക്. സൺഡേയും വെനസ്ഡേയും നമ്മൾ മീൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് വെക്കുന്നത്, അത് പ്രോട്ടീൻ ആയാലും ലെന്റിൽസ് ആയാലും നമ്മൾ കുക്ക് ചെയ്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമല്ലേ നമുക്ക് ആ ദിവസങ്ങളിൽ. വീക്കിൽ ഇപ്പം ഒരു നമ്മുടെ മുന്നിൽ 4 ആഴ്ചയുണ്ട്. ആ ആഴ്ചകൾ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഡെയിലി ചെയ്യേണ്ടത് അസംബിൾ മീൽസ്, ഈറ്റ് ഫ്രഷ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് മിക്കവാറും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ 2-3 ദിവസത്തിന് ചെയ്യേണ്ടത് ചോപ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുക വെജിറ്റബിൾസ് എന്നുള്ളതാണ്. പിന്നെ മാരിനേറ്റ് ചെയ്യേണ്ട പോർഷനൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. ഇപ്പം നമ്മളിപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കട്ട്ലേറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വെക്കേണ്ടൊക്കെ വരും. അതൊക്കെ ചെയ്ത് വെക്കുക. കുറേ സമയം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും ക്വാളിറ്റി ആയിട്ട് അത് യൂസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ ഈ ഹെൽത്തി റമദാൻ എന്ന് പറയുന്നതിന്റെ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഓക്കെ, നമുക്കറിയാം ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പ്രെയർ. അപ്പം ആ പ്രെയർ നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഉറങ്ങിപ്പോയി അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ആയിക്കോളൂ. രാവിലെ എഴുന്നേറ്റിട്ട് ഖുർആൻ വായിക്കാം, നിങ്ങൾക്ക് പ്രെയർ കറക്റ്റ് ചെയ്യാം, വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡേ 1 മുതൽ, മാർച്ച് 1 മുതൽ അതങ്ങ് പോയിക്കോളും. ഷോ മസ്റ്റ് ഗോ എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് അത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ സുഹൂർ മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫാസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരിക്കലും ഒരു ഫിയസ്റ്റ് ആയിട്ട് കണക്കാക്കരുത്. നമ്മൾ വീട്ടിലേക്കായാലും വാങ്ങിക്കുന്ന കൂട്ടത്തിലായാലും ഓവർ ആയിട്ടുള്ള മസാലാസ്, ഫ്രൈ ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാതിരിക്കുക. സോൾട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും, നമുക്ക് ദാഹം ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത് ഡ്രൈ ഡേറ്റ്സ് വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഫിറ്റ് ആകുക എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ ഒരു ഗോള്. കാരണം നമ്മുടെ സ്പിരിച്വലി മെന്റലി ഒക്കെ ഫിറ്റ് ആവുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം. ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക, നമ്മൾ ഉറക്കത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുക, കൂടുതലായിട്ട് ഉറങ്ങാൻ നല്ലത്, അത് ക്വാളിറ്റി ആയിട്ടുള്ള ഉറങ്ങുക. മൊബൈലിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ സമയം ഓവറായിട്ട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക. ഡിന്നർ നോർമൽ ടൈമിൽ തന്നെ കഴിച്ചാൽ മതി എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സുഹൂറിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുള്ള പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് കിടക്കുക. രാവിലെ നേരത്തെ അലാറം ക്ലോക്ക് വെച്ചിട്ട് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തിട്ട് എണീച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എളുപ്പം ഉണ്ടാവും കാര്യങ്ങൾ കേട്ടോ. കഫേന്, ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങൾ കുറക്കാൻ വേണ്ടി പറയുന്നത് നമ്മൾ ഇത്തിരി കൂടെ നമുക്ക് ഫുഡിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ കേട്ടോ. ഫൈബർ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡ്രിങ്ക് വാട്ടർ. ഇനഫ് വാട്ടർ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ടയർഡ്നെസ് ആണ്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ എനർജി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുക. 2 ഗ്ലാസ് വെള്ളം നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ കുടിച്ച് ഇപ്പൊ തന്നെ ശീലാവുക. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഓരോ 1 മണിക്കൂറിൽ നമ്മൾ വെള്ളം കുടിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതും നല്ലതാണ്. സിപ്പായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. പറ്റുന്നപ്പോഴൊക്കെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, വെള്ളം കുടിക്കുന്നതിന്റെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത്തരത്തിലാണ്, ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുന്നത്. പിന്നെ നമ്മൾ നോമ്പിന്റെ സമയമാകുമ്പോൾ സുഹൂറിൽ നേരത്തെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് തിങ് വെള്ളം കുടിച്ച്, അല്ലെങ്കിൽ നമുക്ക് ചിയാ സീഡ് സോക്ക് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ ആകുമ്പോൾ കുറെ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് വെച്ചോളും ഗ്ലാസ്സിൽ കുടിക്കുമ്പോഴത്തേക്കാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഡീറ്റോക്സ് വാട്ടർ പോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് വെള്ളം കുടിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ശരിക്കും ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്കിന്നിന് ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്രെയിനിന്റെ ഫോക്കസ് കൂടും. കാരണം ഇതിലൊക്കെ പോകേണ്ടത് സെല്ലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെള്ളത്തിലൂടെയാണ് കേട്ടോ.
നമ്മുടെ മൂഡ് മാറ്റാം. നല്ല ദേഷ്യക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പോസ് ഇടുക. നമ്മുടെ വെള്ളത്തിന്റെ എനർജി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക കോഫിയോ ചായയോ സ്ക്വാഷോ കുടിക്കുന്നതിനെക്കാട്ടും വെള്ളം കുടിക്കുമ്പോഴാണ് കേട്ടോ. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഡൈജഷൻ കറക്റ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓക്കെ ഈ ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ട്. നമ്മുടെ ഇപ്പം സോറി ബിരിയാണി ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പം ഓവറായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാതെ നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഫുഡിൽ ഓയിലിന്റെ അളവൊന്ന് കൺസപ്ഷൻ കുറയ്ക്കുക. കാരണം നമ്മൾ ഈ സമയത്ത് കഴിക്കുന്ന ഫുഡ് ഒന്നുകൂടെ ഫോക്കസ്ഡ് ആവുക. കാർബ്സിന്റെ അളവ് കുറച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. അതിപ്പം ഷെറിയിൽ ഇഫ്താറിന് സുഹൂറിന്റെ ടൈമിലായാലും ഇഫ്താറിന്റെ ടൈമിലായാലും ഡിന്നറിന്റെ ടൈമിലായാലും എന്തൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് കഴിക്കലുള്ളതെന്ന് മാറ്റി എഴുതുക. എന്നിട്ട് ഇനി എന്താണോ കഴിക്കാൻ തീരുമാനിക്കുന്നത് അതെങ്ങനെ ഹെൽത്തി ആക്കാന്നുള്ളത് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചിട്ട് അതിന്റെ മുകളിൽ സിമ്പിൾ ആയിട്ട് ഞാനൊരു ടെംപ്ലേറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൽ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ തയ്യാറാക്കിയിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതിപ്പം ഇഫ്താറിൽ നമ്മൾ ഫസ്റ്റ് ഡേറ്റ്സും ഒരു ഡ്രിങ്കും കുടിച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണത്. ഒരിക്കലും ജ്യൂസ് ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് കോക്കനട്ട് വാട്ടർ ഉപയോഗിക്കാം. ഇത്തരത്തില് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും മിക്സ് വെച്ചിട്ടുള്ള കുടിക്കാം. ചെറിയൊരു സ്നാക്ക് തുടങ്ങിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട്, അതായത് പിന്നെ പ്രയറും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മീലും കുറച്ച് കുറച്ച് കഴിക്കുക കേട്ടോ. എന്നിട്ട് നമ്മള് ഡിന്നറിലോട്ടേക്ക് പോവാ. ഡിന്നറിന് ലേറ്റ് നൈറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യരുത്. അതിൽ ഓവർ മസാലാസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഇത് എപ്പോഴും റിമെമ്പർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ ബാച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗ്രിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മൾ റെഡി ടു കുക്ക് ആയിട്ടില്ല കുക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്താൽ നമുക്ക് ആ സമയത്ത് ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതേപോലെ നമുക്ക് കണ്ടെയ്നറുകളാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമുക്ക് വേണ്ടുന്ന മസാല പേസ്റ്റ് ഒക്കെ നല്ല ആക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഹെർബൽ ഡ്രിങ്കുകൾ അല്ലെ ഷോർട്സ് പോലെ ഉണ്ടാക്കിയിട്ട് ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും ഹെർബൽ ഡ്രിങ്ക് ആയിട്ട്. അങ്ങനെയൊക്കെ കുറേ മെത്തേഡ്സ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി ഓവർ ആയിട്ട് ലോഡഡ് ആയിട്ട് ഇൻഫർമേഷൻസ് എത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. കാരണം ഇത് നമ്മുടെ യാത്രയാണ്. ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിനായിട്ട് ബ്ലോട്ടിംഗ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ചവച്ചരച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതായത് നമ്മള് ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് എടുത്ത് വെച്ച് പ്ലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡി ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ റെഡി ആയിട്ട് നിൽക്കും. ഇത് ഉള്ളിലോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർഡ് ആയിട്ട് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഗ്രെയിൻസ്, വെജീസ്, സീഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് ഫ്രൈഡ് ഫുഡ് കാര്യങ്ങൾ, സോൾട്ടി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. പിന്നെ അത്ര തന്നെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഈ ജേർണി എൻജോയ് ചെയ്യാം. റമദാന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെ റെഡിയായി പ്രിപ്പയർ ആയി റീസ്റ്റോക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യുക. ഷുഗറിന്റെ അളവ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് കുറയ്ക്കുക. ഇനി വേണമെങ്കിൽ പീനട്ട് ബട്ടർ അധികം സ്വീറ്റ് ഇല്ലാത്ത രീതിയിലുള്ളത് വാങ്ങിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും വെജീസിന്റെ കൂടെ ഫ്രൂട്ട്സിന്റെ കൂടെ ഒക്കെ കഴിക്കുന്നത് കുറച്ചൊരു ക്രേവിങ് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹെർബൽ ടീകള് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു.